രാത്രിയായപ്പം ഫിഷ് ഫ്രൈ കഴിക്കാൻ ഹസ്ബൻഡിനൊരു ആഗ്രഹം. അങ്ങനെ പോയി മീൻ വാങ്ങിക്കൊണ്ട് വന്നേ. അപ്പോൾ ഞാൻ പണിയെല്ലാം ഒന്ന് ഒതുക്കി ഒന്നിരുന്നപ്പോഴാണ് മീനുമായിട്ട് വന്നത്. ഈ മീന് കണ്ണൻകൊഴിയാളെയാണേ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും കൊണ്ടുവന്നതല്ലേ, ഉടനെ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കത്രിക ഉപയോഗിച്ചിട്ടാണ് മീൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് മീനായിരുന്നു. നമ്മൾ വൈകുന്നേരമൊക്കെ പോയി വാങ്ങുമ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ചിറകും കാര്യങ്ങളൊക്കെ വെട്ടി അതെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഫ്രഷ് അല്ലെങ്കിൽ ഇങ്ങനെ പിതുങ്ങി പോകത്തില്ലേ, അതായത് എന്താ ഞെങ്ങി പോകത്തില്ലേ. അപ്പോൾ നല്ല മീനായിരുന്നു. അപ്പോൾ അതിനെ വെട്ടി ഞാൻ ഫ്രൈ ചെയ്യാനുള്ള എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചേ. അതിൻ്റെ മസാല മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ലൈം ജ്യൂസ്, ഉപ്പ്, അതുപോലെ എണ്ണ, ഇത്രയും ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ഏകദേശം ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചേ. അതിനകത്തോടൊക്കെ പിടിക്കണ്ടേ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കാം. ഞാൻ ചേർത്തില്ല, ഞാൻ ലൈം ജ്യൂസാണ് ചേർത്തത്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ലൈം ജ്യൂസ്, ഓയില്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. ഞാൻ വെളുത്തുള്ളി ചതച്ച് എണ്ണയിലോട്ടാണ് ഇടുന്നത് കേട്ടോ, അതിൽ മിക്സ് ചെയ്തില്ല. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോഴത്തേക്കും ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ടു. പിന്നെ മീൻ ഒരു വലിയ പാൻ ആയതുകൊണ്ട് എല്ലാം അങ്ങ് ഒരുമിച്ച് അങ്ങ് ഇട്ടു. അപ്പോൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്തത്, ഷാലോ ഫ്രൈ ആണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഫിഷ് ഫ്രൈയും കൂട്ടി കഴിച്ചു. അസാധ്യ ടേസ്റ്റായിരുന്നു. ഇത് മാരിനേറ്റ് ചെയ്തത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേ.